ആദ്യം ശ്രീ ആയുർ ബിജു, തിരുത്തലുണ്ടാകണമെന്ന് പറയുന്നത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന ഒരാൾ. അപ്പോൾ തിരുത്തലിനെ കുറിച്ചല്ല പാർട്ടി ആലോചിക്കുന്നത്. ഈ തിരുത്തൽ ഉണ്ടാകണം എന്ന് പറയുന്നവനെ തീർത്ത് കളയാം, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ശബ്ദമാണ് വരുന്നത്. തങ്ങൾ ഇതൊക്കെ പണ്ടേ പറഞ്ഞതാണ് എന്ന് സഭയിൽ പ്രതിപക്ഷം പറയുന്നു. പ്രതിപക്ഷം പറയുന്നത് പാർട്ടിയുടെ യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി നിന്ന മനു തോമസിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ്. പ്രതിരോധത്തിലായില്ലേ CPM? അല്ല, തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ തിരുത്തലിന് കാരണമായ വിഷയങ്ങൾ ഉണ്ടാകണം. അത്തരത്തിലൊരു വിഷയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോ ഇല്ല. പിന്നെ ഏതെങ്കിലും മോഹഭംഗത്തിന്റെ ഭാഗമായി ഒരാൾ പുറത്തു പോയാൽ അയാൾ പറയുന്നതല്ല ഒരു പാർട്ടിയുടെ തിരുത്തൽ. അദ്ദേഹത്തിനുണ്ടായ മോഹഭംഗം അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ടായ മോഹഭംഗത്തിന്റെ ഭാഗമായിട്ട് ഒരു DYFIയുടെ ജില്ലാ പ്രസിഡന്റ് പുറത്തു പോകുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്തെങ്കിലും ഓഫർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുവാനുള്ള യൂദാസായിരിക്കാം. അങ്ങനെ അദ്ദേഹം പുറത്തു പോകുമ്പോൾ അദ്ദേഹം പറയുന്നതല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേൾക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്, അനുസരിക്കേണ്ടത്. നിങ്ങൾ അതിലേക്ക് ചർച്ചകൾ കൊണ്ടുവരൂ. അവനെ അതാണ് കാണുന്നത്. നിങ്ങൾ മാധ്യമ ലോകം അതാണ് കാണേണ്ടത്. ആരാണ് മനു തോമസ്? ഇതിനേക്ക് മുന്നേ ആരെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പാർട്ടിയെ തിരുത്തണം എന്ന് പറഞ്ഞു? അവരൊക്കെ തിരുത്താൻ പറ്റിയിട്ട് തിരുത്തിയോ? അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് തിരുത്താൻ പറ്റാതിരുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതും തിരുത്തലുമായി യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസിന്റെ ചാവേറായി ഒരു മനു തോമസ് വന്നാൽ ഞങ്ങൾ പറയുന്നു അത് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ വാചകം തന്നെ എന്ന് തൊട്ടാണ് കോൺഗ്രസിന്റെ ചാവേറായി ഒരാൾ മാറുന്നത്? എന്ന് തൊട്ട് കോൺഗ്രസിന്റെ ചാവേറായി പറയുന്നത് എന്താണ്? ഒന്നും ഉണ്ടായിട്ടില്ല, തിരുത്താനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എന്താണ്? പാർട്ടിയുടെ കൊട്ടേഷൻ ബന്ധങ്ങളെ കുറിച്ച്. കണ്ണൂരിലെ സുപ്രധാനപ്പെട്ട നേതാവിന്റെ മകൻ ആ കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ ആണ് എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ ഇത് ഏതോ ഒരു മോഹഭംഗം അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടിയത് കൊണ്ട് പറയുന്നതാണെങ്കിൽ എന്തിനാണ് CPM സൈബർ സംഘങ്ങൾ കൊലവിളി നടത്തുന്നത്? ആരാണ് കൊലവിളി നടത്തുന്നത്? ഷുഹൈബ് വധക്കേസിലെ പ്രതി പറയുന്നത് എന്താണ്? പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാനാകില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് സമയം വേണ്ട. അതായത് മിണ്ടിയാൽ TP മോഡലിൽ തീർക്കുമെന്നാണ് പറയുന്നത്. ഇതൊന്നും പാർട്ടി അറിയേണ്ടതാണ് അല്ലെ ആയുർ ബിജു? അല്ല, P ജയരാജന്റെ മകനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ 50 ലക്ഷം രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അപർണ കാണുന്നില്ല? അതിന് മറുപടി വരട്ടെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് നമുക്ക് പറഞ്ഞറിയാം, കൈതോലപ്പായയിൽ പാർട്ടിക്കാര് നേതാക്കന്മാര് പൈസ കൊണ്ടുപോയി എന്ന് പറയുന്നു, ബിരിയാണി ചെമ്പിൽ പൈസ കൊണ്ടുപോയി എന്ന് പറയുന്നു. എത്ര നാൾ ചർച്ച ചെയ്തു ഞാനും നിങ്ങളും മാധ്യമലോകവും? എവിടെ എത്തി? സമാനമല്ലേ ഈ വിഷയവും? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആരാധനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ മാധ്യമലോകം എത്രയോ തവണ ചർച്ച ചെയ്തു. ഇത് നിങ്ങൾ ആ കഥയിലേക്ക് പോകല്ലേ? അല്ല ആയുർ ബിജു, ഇത് മാധ്യമങ്ങളല്ല, ഇത് പാർട്ടി വിട്ട നേതാവാണ് പറയുന്നത്. പാർട്ടി വിട്ട നേതാവിന്റെ വായിൽ കോലിട്ട് പറയിപ്പിച്ചതാണ്. പാർട്ടി വിട്ടിട്ട് ഈ പാർട്ടി തിരുത്താതിരിക്കുന്നു. മനസ്സ് മടുത്തു പോയ ഒരാളെ പാർട്ടി അംഗത്വം പുതുക്കി കൊടുക്കാതെ അയാൾ നേതൃയോഗങ്ങളിൽ നിന്ന് മാറി നിന്നു, ഡീഫോൾട്ടായിട്ട് ക്യാൻസലായി പോയി പാർട്ടി അംഗത്വം. അങ്ങനെ നിന്നൊരാളുടെ വായിൽ കോലിട്ട് പറയിപ്പിച്ച ഒരു കാര്യം മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിയതല്ല ആയുർ ബിജു. അപർണ MP രാഘവൻ പാർട്ടി വിട്ടു പോയില്ലേ? KR ഗൗരിയമ്മ പാർട്ടി വിട്ടു പോയില്ലേ? TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടു പോയില്ലേ? അതുകൂടെ ചോദിക്കൂ. TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടു പോയില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, KM ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അതായത് ഇടതുപക്ഷത്തിന് എതിരെ സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഓഫർ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരാണ് ഇതിന്റെ പിറകിൽ. ഞാനൊരു ഉദാഹരണം പറയാം, അല്പം കടന്നുപോയാൽ നിങ്ങൾ ക്ഷമിക്കണം.
15 കൊല്ലക്കാലം ഒരുമിച്ച് താമസിച്ച ഭാര്യയും ഭർത്താവും വിവാഹമോചനം നേടുന്നു. വിവാഹമോചനം നേടിക്കഴിഞ്ഞിട്ട് ഭർത്താവ് പറയുകയാണ് എന്റെ ഭാര്യ വ്യഭിചാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഈ 15 വർഷക്കാലവും അവർ ഒരുമിച്ച് ജീവിച്ചു, ഒരു പരാതിയുമില്ല. എന്ത് ഉപമയാണ് ശ്രീ ആയുർ ബിജു? എന്ത് ഉപമയാണ്? ഒരാള് പാർട്ടിക്ക് എതിരായിട്ടല്ല, പാർട്ടി തിരുത്തണമെന്ന് പറയുക, പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുക. അത് പാർട്ടി അവിടെ നിൽക്കുന്ന സമയത്ത്, മനു തോമസിന്റെ പ്രചാരണ ജാഥ നടക്കുന്ന സമയത്ത് ഫ്യൂസൂര്യ കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കൊലവിളി നടത്തും, ഞങ്ങൾ സംഘടനയ്ക്കെതിരെ പറഞ്ഞാൽ അധികം പറയാൻ സമയമുണ്ടാകില്ല എന്ന് പറയുകയാണ്, കൊലവിളി നടത്തുകയാണ്. ആ കൊലവിളിയും പാർട്ടി അറിയാണ്ടാണ്, ആ കൊലവിളി ഒന്നും പാർട്ടി അറിയാണ്ടാണ്, പാർട്ടിക്ക് ഒരു ബന്ധവും. ഇടതുപക്ഷ മര്യാദ അനുസരിച്ച് ഈ പറയുന്ന മനു തോമസിന് തിരുത്തൽ ആവശ്യമാണെങ്കിൽ പാർട്ടി ഫോറങ്ങളിൽ സംസാരിക്കാം, ഔദ്യോഗികമായ സംവിധാനത്തിൽ സംസാരിക്കാം. സംസാരിച്ചിട്ട് എന്തായി? പരാതി കൊടുത്തു, ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ഈ പരാതികളൊന്നും പരിശോധിക്കാതിരുന്നു. പരാതികളെല്ലാം തള്ളി. പറയാൻ എവിടെയാണ് പ്ലാറ്റ്ഫോം? കേൾക്കാൻ എവിടെയാണ് പ്ലാറ്റ്ഫോം? അങ്ങനെയല്ലേ ഒരാൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? എവിടെയാണ് ഈ പറഞ്ഞിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് പറയുക? ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി കേൾക്കൂ, ഇടത് ജനാധിപത്യത്തിന് ചില പരിമിതികൾ എന്നല്ല, അവരിൽ അന്തർലീനമായിരിക്കും ചില തത്വങ്ങളുണ്ട്. ആ തത്വം അനുസരിച്ച് അവർക്ക് ഇപ്പം തന്നെ നമ്മൾ കണ്ടു, കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിയെ പല പാർട്ടിയുടെ പല ഘടകങ്ങളും ജില്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനാകാം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കോ വേണ്ടി അച്ചാരം വാങ്ങിക്കൊണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മനു മാറിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. മനു വളരെ നീണ്ട കാലഘട്ടമായി ഇടതു ചേരിയെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അധിക്ഷേപിക്കുവാനും അതുവഴി അദ്ദേഹം എന്തോ ലാഭം കൊയ്യാനും ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതും പാർട്ടിക്ക് കൂടെ തലവേദന ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും പൊതുയോഗങ്ങളിൽ പോലും സംസാരിക്കുകയും ചെയ്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നാൽ അതിനടിയിൽ ആരെങ്കിലും പ്രതികരിച്ചാൽ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യത? എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത്? റെഡ് ആർമി, ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജിലാണ് വരുന്നത്. ഇത് ആരുടേതാണ് റെഡ് ആർമി? ആരാണ് റെഡ് ആർമി കോർഡിനേറ്റ് ചെയ്യുന്നത്? അതൊക്കെ വേറെ ചോദ്യമാണ്. പാർട്ടിയുടെയോ റെഡ് ആർമി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു സംവിധാനമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. ശരി, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒറ്റ കാര്യം, എനിക്ക് ഇതൊക്കെ ശരി. താങ്കൾ പറയുന്നത് ഒരു പാർട്ടി എങ്ങനെയാകണം, ഐഡിയൽ ഒരു പാർട്ടി എങ്ങനെയാകണം എന്നുള്ള താങ്കളുടെ ആഗ്രഹമൊക്കെ ആയിരിക്കും, അതൊന്നും ഞാൻ എതിർക്കുന്നില്ല, അതൊക്കെ ശരിയായിരിക്കും. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സൈബർ സംഘങ്ങളുടെ ഭീഷണി ഉണ്ട് എന്നും താങ്കൾ വിചാരിക്കുന്നില്ല? അങ്ങനെ ഒരു സൈബർ സംഘങ്ങളുടെ ഭീഷണി മനു തോമസിനെതിരെ ഇല്ല എന്നാണോ? അല്ലല്ലോ. അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭീഷണി ഉള്ളത് കൊണ്ടാണല്ലോ, അങ്ങനെ വ്യക്തമായ ഭീഷണി ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു പോലീസ് സംരക്ഷണം കൊടുക്കുന്നത്. വെറുതെ കൊടുക്കുന്നതല്ലോ, ഏതെങ്കിലും സൈബർ ഒരു പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ട് കൊടുക്കുന്നതല്ലോ. ശരിക്കും അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്ന് വ്യക്തമായത് കൊണ്ടല്ലേ? അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നേ. അതാ എവിടെ നിന്നുള്ള ഭീഷണിയാണ്? ഇത് നമ്മൾക്ക് എങ്ങനെ, നമ്മൾ നാളുകളിൽ കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ്. അത് ആരാണ്? ഞങ്ങൾ അതിനാണല്ലോ പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നത്. ഞങ്ങളുടെ ഗവൺമെന്റ്, ബഹുമാനായ പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ പോലീസാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആരാണ് ഇതിന്റെ പിറകിലുള്ളത്? നാളുകളിൽ തെളിയും. ഈ ചർച്ചകൾ നമ്മൾ നാളെ നടത്തുമല്ലോ. ഒറ്റ കാര്യം കൂടെ ശ്രീ ആയുർ ബിജു, ഇങ്ങനെ കൊലവിളി നടത്തുന്നത് ആര്? ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനു തോമസ് ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് നടത്തിയ പ്രചാരണ ജാഥയുടെ ഫ്യൂസ് ഊരാൻ കഴിയുന്ന കൊട്ടേഷൻ സംഘം കണ്ണൂരിൽ പാർട്ടി അറിയാതെ, പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അറിയാതെ, നേതാക്കൾ അറിയാതെ ഇതൊക്കെ നടക്കും എന്ന് താങ്കൾ അങ്ങ് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ അങ്ങ് പറയുകയാണ് അല്ലേ? അല്ല, അത് തെറ്റായ ന്യായീകരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ആയൂരിൽ ഒരു വിഷയം ഉണ്ടാകുന്നു. കൊല്ലം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്.
ഞാൻ എന്റെ പാർട്ടിക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തിയാൽ, എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ പാർട്ടി എങ്ങനെ അത് കക്ഷിയാകും? എന്താ താങ്കൾ വലിയൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകയല്ലേ? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ആ ഒരു സ്ഥലത്ത് ഒരു വിഷയം ഉണ്ടാകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു താങ്കൾ സംസാരിക്കുന്നത് ഒരു പാർട്ടി എങ്ങനെ ആവണം, ഐഡിയലായിട്ട് താങ്കളുടെ മനസ്സിൽ ആ പാർട്ടിയെ വിഭാവനം ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് താങ്കൾ പറയുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു, അങ്ങനെയാണല്ലോ വേണ്ടത്. അത് താങ്കൾ കരുതുന്നതാണ്, പക്ഷെ അതാണ് സംഭവിക്കുന്നത്, അതാണ് സത്യം എന്ന് താങ്കൾ ഞാൻ കരുതുന്നതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വഭാവവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ നിലവാരവും അവരുടെ സംഘടന പ്രവർത്തനവും അനുസരിച്ച് അങ്ങനെയാകണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അങ്ങനെയാകണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വിരുദ്ധമായി ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു KM ഷാജഹാനോ അല്ലെങ്കിൽ ഒരു KR ഗൗരിയമ്മയോ അല്ലെങ്കിൽ ഒരു MV രാഘവനോ ഒരു പാണ്ഡ്യാല ഷാജിയോ ജനിച്ചു പോയാൽ അദ്ദേഹത്തെ തള്ളിപ്പറയുവാൻ ഇടതുപക്ഷം തയ്യാറാകുമെന്നേ. അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. TP ചന്ദ്രശേഖരനെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ട്. TP ചന്ദ്രശേഖരനെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ട്. ഒഞ്ചിയവും ആൾക്കാർക്ക് ഓർമ്മയുണ്ട്, അതും അവിടെ നിൽക്കുന്നുണ്ട്. ഈ പറയുമ്പോ അതും കൂടെ ചേർത്ത് പറയണം. അല്ല, ആ വിഷയമൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ഒഞ്ചിയം വിഷയമുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്ന ഈ രാജ്യത്ത് വിഷയങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എത്രയോ പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൊല ചെയ്യുവാൻ ശ്രമിച്ചവരില്ലേ? ഇന്നും അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെടിയുണ്ടയുമായി അദ്ദേഹം യാത്ര ചെയ്യുന്നില്ലേ? അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു? രാഷ്ട്രീയ കൊലപാതകങ്ങളോ രാഷ്ട്രീയപരമായ സംഘടനകളോ ഒന്നും തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ എന്നും കൂടി ചെയ്യുന്നതല്ല. പ്രാദേശികമായ ചില വിഷയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനെ അങ്ങനെ തന്നെ കാണണം. ഫ്യൂസ് ഊരിയ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫ്യൂസ് ഊരിയ വിഷയം ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ ആയൂർ ബിജു എന്ന് പറഞ്ഞ ഞാൻ എന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ എന്റെ സ്ഥലത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും കേരള കോൺഗ്രസ്സുകാരനായ പാർട്ടിക്കാരൻ അതിനെ തടസ്സപ്പെടുത്തിയെങ്കിൽ ഞാൻ പറയുന്നു അവൻ ചെയ്തത് ശരി. അവനേക്ക് മനസ്സിലായല്ലോ. അതായത് അത് കൊട്ടേഷൻ സംഘങ്ങൾ അറിഞ്ഞിട്ടല്ല, അതാണ് ഈ പറഞ്ഞു വരുമ്പോൾ അത് ശരിയെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല ആയുജു, ഇതെല്ലാം പറയുമ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്യൂസ് ഊരിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരാളെ പരാതി കൊടുത്ത ഒരാൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അയാൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ കൊലവിളി നടക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചത് കൊണ്ട് അതൊക്കെ ശരി എന്നാണ് പറയുന്നത്. ശരി എന്നാണ് നിങ്ങൾ പറയുന്നത്, ഈ നടക്കുന്നതൊക്കെ ശരി. പിന്നെ എന്തിനാണ് ഈ പോലീസ് അന്വേഷണം കാര്യമുണ്ട്? അവനാ ഓരോ മനു എന്നല്ല, 1000 മനുക്കൾ വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. ആ ചർച്ച അവിടെ നിന്നും തന്നെ താങ്കൾ സംസാരിക്കണം. എത്രയോ പേര് ഇതിനെക്കാട്ടി എത്രയോ വലിയ നേതാക്കന്മാര് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തള്ളിക്കളഞ്ഞ് പുറത്തു പോയിട്ടുണ്ട്, ഇടതുപക്ഷ ചേരിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെയൊക്കെ അവസ്ഥ? KR ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നില്ല. അതാണ് പ്രശ്നം. ആയുർബിജു, ഞാൻ പറയുന്നതിലേക്ക് തന്നെ താങ്കൾ, ഞാൻ മറ്റുള്ളവർക്ക് ചോദ്യം ചോദിക്കാൻ വിചാരിക്കുമ്പോഴും താങ്കൾ എവിടാണ് ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? ഈ വിമർശിച്ചു പുറത്തുപോയവരുടെ അവസ്ഥ, അതാണ് ഈ അവസ്ഥ. ഏതൊക്കെ ആരുടെയൊക്കെ അവസ്ഥ? ഒഞ്ചിയത്തെ അവസ്ഥ, TP ചന്ദ്രശേഖരന്റെ അവസ്ഥ, ആരുടെയൊക്കെ അവസ്ഥ? ആ അവസ്ഥയാണോ അഭിലഷണീയം, മാതൃകാപരം എന്ന് താങ്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒഞ്ചിയത്തെ കാര്യം പറയണ്ടല്ലോ. ഞാൻ ചോദിച്ചത് KR ഗൗരിയമ്മയുടെ അവസ്ഥ, അല്ലെങ്കിൽ MV രാഘവന്റെ അവസ്ഥ, KM ഷാജഹാനെ പോലെ ഇടത് വിരോധിയായവരുടെ അവസ്ഥ, അങ്ങനെ എത്രയോ പേര് നമ്മുടെ. ഞങ്ങൾ ഇല്ലായ്മയുടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും ഒഞ്ചിയത്തോ അല്ലെങ്കിൽ ഒരു TP ചന്ദ്രശേഖരനോ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അത് മാത്രം നിങ്ങൾ മുന്നിൽ എടുത്ത് വെക്കരുത്. ഞങ്ങളുടെ മരിച്ചുപോയ എത്രയോ സഹാക്കന്മാരുണ്ട്, അവർക്ക് ആരുടെയെങ്കിലും ഒരു പേര് ഓർമ്മിക്കാൻ പറ്റും. ഞാൻ തിരികെ എത്താം, ഇതിന്റെ മറുപടികൾ ഞാൻ തിരികെ എത്താം ശ്രീ ആയുർബിജു.